ഓപ്പൺ ചെയ്യാം. എല്ലാവർക്കും ജനതാ ഗാരേജിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു താറിലാണ്. ഒരു റിയർ വീൽ ഡ്രൈവ് ബേസ് മോഡൽ താർ എടുത്ത് അത് എങ്ങനെയൊക്കെ നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ താറിന്റെ ഏറ്റവും ബേസിക് മോഡൽ എടുക്കുന്നതിനുള്ള ഉപയോഗം എന്ന് വെച്ചാൽ നമ്മളൊരു ടോപ്പ് എൻഡ് എടുത്താൽ നമ്മൾ അത്യാവശ്യം എക്സ്റ്റീരിയർ എല്ലാം മോഡിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാലേ കറക്റ്റ് ആ ഒരു മാസിനെസ് ലുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ വണ്ടി നമ്മൾ ബേസ് മോഡൽ എടുത്ത് ഒരു ടോപ്പ് എൻഡ് രീതിയിൽ അല്ലെങ്കിൽ ഒരു മോഡിഫിക്കേഷൻ രീതിയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പൈസയുടെ വ്യത്യാസം വരും. അപ്പോൾ ഈ വണ്ടി എങ്ങനെയാണ് വർക്ക് ചെയ്തിരിക്കുന്ന രീതി ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇത് റിയർ വീൽ ഡ്രൈവ് ബേസ് മോഡൽ താറായിരുന്നു. അതിനകത്ത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഡ്രം വീൽസ് ആണ് വരുന്നത്. ഡ്രം വീൽസ് നമ്മൾ ചേഞ്ച് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ MBDന്റെ പ്രശ്നം ഉണ്ടായത് തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ അലോയ്സ് സെക്കൻഡ്സ് എടുത്തതിന് ശേഷം അത് ബ്ലാക്ക് ഗ്ലോസി പെയിന്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഗ്ലോസി പെയിന്റ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കാലിപ്പർ റെഡും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടും റിയറും നമ്മൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനകത്ത് മെയിനായിട്ട് ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ടയർ അപ്സൈസ് ചെയ്തിട്ടുണ്ട്. ടയർ റോഡ് ക്രൂസിൻ്റെ ടയറാണ് നമ്മൾ യൂസ് ചെയ്തത്. 265 60 എന്ന് പറഞ്ഞൊരു വെർഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ഏകദേശം ഒരു ബോഡി ലൈനോട് ചേർന്ന് തന്നെ ഇത് വരും. അപ്പോൾ ഒരു സ്റ്റാൻഡ്സും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ആ ഒരു മോഡലിലേക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഏറ്റവും മെയിനായിട്ട് താറിൽ ചെയ്യേണ്ട അപ്ഗ്രേഡേഷൻ ഇതാണ് അലോയ് വീൽസ് ആൻഡ് ടയർ. ഈ രണ്ട് സാധനം മാറ്റുമ്പോൾ തന്നെ ഏകദേശം ഒരു ബോഡി ലൈനിലേക്ക് വരികയും ചെയ്യും. വണ്ടി കുറച്ചുകൂടി ഒരു മാസി ലുക്ക് കിട്ടും. ഫ്രണ്ടിലേക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആക്സറീസ് ചെയ്തിരിക്കുന്നത്. ആക്സറീസ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രാംഗ്ലർ ടൈപ്പ് ഗ്രില്ലാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഗ്രില്ല് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫ്രണ്ട് ബമ്പറും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ബമ്പറിൽ നമ്മളൊരു 3 ഇഞ്ച് പ്രൊജക്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആൻഡ് വിസിബിലിറ്റി ലൈറ്റാണ് ഇതിലൂടെ കിട്ടുന്നത്. ബ്രാഗ്ലർ ടൈപ്പിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെ ഏറ്റവും ഒരു ബേസിക് മോഡിഫിക്കേഷൻ ആണ് താറിൽ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ ഹെഡ് ലാംപ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ന്യൂ മോഡൽ ഹെഡ് ലാംപ്സ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് റേഡിയേറ്ററിന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് ഒരു അണ്ടർ ബാക്ക് പ്ലേറ്റും വെച്ചിട്ടുണ്ട്. സ്റ്റോക്കായിട്ട് വരുമ്പോൾ ഇതെല്ലാം പ്ലാസ്റ്റിക് ആയിരിക്കും വരുന്നത്. കുറച്ചുകൂടെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ആഡ് ചെയ്തേക്കുന്നത്. ഇത് കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. ഇതും ബമ്പറും ഫ്രണ്ട് പാർട്സും എല്ലാം കൂടെ കയറുമ്പോഴാണ് കുറച്ചുകൂടി ഒരു ലുക്കായിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് വണ്ടിൻ്റെ ഫൈനൽ ഔട്ട് വരുന്നത്. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു മോഡിഫിക്കേഷൻ ആണ്. എക്സ്റ്റീരിയർ നമുക്ക് അത്യാവശ്യം ലുക്ക് കിട്ടും. ഇന്റീരിയർ നമ്മൾ പ്രധാനമായിട്ട് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളൊരു 2K ഡയമണ്ട് സ്റ്റീരിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വർക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്റീരിയർ നമ്മൾ മനോഹരമായിട്ടുള്ള 2K ഡയമണ്ട് സ്റ്റീരിയോ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. എക്സ്ട്രാ നോബ് വരുന്ന ടൈപ്പ് സ്റ്റീരിയോ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇത് പെർഫെക്റ്റ് മാച്ച് ആണ്. നമുക്ക് ഇതിനകത്ത് ഒരു പാനൽ മാത്രം ചേഞ്ച് ചെയ്താൽ മതി. ഇത് ആഡ് ചെയ്യുമ്പോൾ തന്നെ വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് ഫുള്ളായിട്ട് മാറും. അതേപോലെ ബേസ് മോഡലിൽ സ്പീക്കേഴ്സ് ഒന്നും വരില്ല. ഈ മോഡലിൽ നമ്മൾ JBLന്റെ 2 കമ്പോണന്റ് സ്പീക്കേഴ്സ് ആണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഇന്റീരിയർ ഭംഗി കുറച്ചുകൂടെ കൂടുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് മോഡിഫിക്കേഷൻ നമ്മൾ ഇതിൽ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ സ്റ്റാർട്ടിംഗ് ലെവലിൽ ചെയ്തിരിക്കുന്ന വർക്ക്.